നോക്കാം. ഇഫ് എ ഈക്വൽ ടു matrix 6 2 7 minus 5 and a minus b equal to -2 1 4 minus 9 then b equal to അപ്പോൾ എയും എ മൈനസ് ബിയും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിൽ 5 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് നോക്കാം. അപ്പോൾ എ എന്നുള്ള മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് 6 2 7 minus 5. എ മൈനസ് ബി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എ മൈനസ് ബിയിൽ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി നോക്കിയാലോ. അപ്പോൾ 6 2 7 minus 5 minus b equal to -2 1 4 minus 9. ഇതാണ് തന്നിരിക്കുന്ന കണ്ടീഷനിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്നും ബി എ സോൾവ് ചെയ്തെടുക്കാം. ഞാനിത് ബി എ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എങ്ങനെ എഴുതാം? ബി ഈക്വൽ ടു അപ്പോൾ ഈ മെട്രിക്സ് അവിടെ തന്നെ നിർത്തുക. 6 2 7 minus 5 അതങ്ങനെ തന്നെ ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ -2 1 4 minus 9. ഓക്കെ, ഇനി മെട്രിക്സ് സബ്ട്രാക്ഷൻ നമ്മൾ പഠിച്ചാണ് അല്ലേ. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 -2 ദാറ്റ് ഈസ് 6 plus 2 then 2 minus 1 okay then 7 minus 4 next time -5 minus of -9 എന്നാണ്, അതായത് +9. ഇത് സോൾവ് ചെയ്യുമ്പോൾ 6 plus 2 8 2 minus 1 1 7 minus 4 3 then -5 plus 9 that is +4. അപ്പോൾ ബിയുടെ വാല്യൂ എന്താണ്? 8134. നമ്മുടെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. 8134 ഓപ്ഷൻ ഡി ആണ് 8134 ആയിട്ട് വന്നിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു മെട്രിക്സ് തരും, രണ്ടാമത്തെ മെട്രിക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ എ മൈനസ് ബി ആണ് തന്നേക്കുന്നത്. ഇതുപോലെ പല റിലേഷൻസ് തന്നിട്ട് അതിന് രണ്ടാമത്തെ മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് -1 3 4 -5 0 2 മെട്രിക്സ് 1 2 0 7 അതിൻ്റെ പ്രോഡക്റ്റ് ഈക്വൽ ടു മെട്രിക്സ് -1 19 ആൽഫ -27 0 14 ദെൻ ദ വാല്യൂ ഓഫ് ആൽഫ ഈസ്. ഇവിടെയും 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റായിട്ടാണ് LHSൽ തന്നേക്കുന്നത്, RHSൽ അതിൻ്റെ വാല്യൂ ആയിട്ട് തന്നേക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്താൽ നമ്മുടെ ആൽഫ ആയി. ഓക്കെ, അപ്പം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം അല്ല. ഫസ്റ്റ് തന്നിരിക്കുന്ന മെട്രിക്സ് 3/2 മെട്രിക്സ് ആണ് അല്ലേ. 3 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. അപ്പോൾ ഇതൊരു 3/2 മെട്രിക്സ് ആണ്. രണ്ടാമത്തെ മെട്രിക്സ് എങ്ങനെയാണ്? ഒരു 2/2 മെട്രിക്സ് ആണ്. 2 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് പോസിബിൾ ആണ് അല്ലേ. 3/2 എന്നുള്ള മെട്രിക്സ് ആണിത്, ഇത് 2/2 എന്നുള്ള മെട്രിക്സ് ആണ്. ഇവിടെ രണ്ടിൻ്റെയും ഓർഡർ എങ്ങനെയായിരിക്കണം? സെയിം ആണ്. തന്നിരിക്കുന്നത് 2 2 ആണ്, സെയിം ആണ്. അതുകൊണ്ട് നമുക്കിത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അതിൻ്റെ ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റുകളും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സമ്മായിട്ട് എഴുതുക. ഫസ്റ്റ് എലമെൻറ്റിനെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ അത് വെച്ചിട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. -1 3 4 -5 0 2 ഇൻറ്റു 1 2 0 7. അപ്പോൾ ഫസ്റ്റ് റോ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ദെൻ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെയാണ് വരിക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ദെൻ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെ വരിക. അപ്പോൾ ഫസ്റ്റ് റോ എടുക്കുക. -1 3 ആണ് ഫസ്റ്റ് റോയിലുള്ളത്. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അത് -1 ഇൻറ്റു 1 ദറ്റ് ഈസ് -1, ദെൻ +3 ഇൻറ്റു 0 ദറ്റ് ഈസ് 0. അതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ദെൻ -1 ഇൻറ്റു 2 ദറ്റ് ഈസ് -2, +3 ഇൻറ്റു 7 ദറ്റ് ഈസ് 21. ഇപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റും കിട്ടി. ഓക്കെ, 2 എലമെൻറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി സെക്കൻഡ് റോ എടുക്കുക. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ 4 -5 ആണ്. സെക്കൻഡ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. അതായത് 4 ഇൻറ്റു 1 ദറ്റ് ഈസ് 4 പ്ലസ് -5 ഇൻറ്റു 0 ദറ്റ് ഈസ് 0. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് 4 ഇൻറ്റു 2 സെക്കൻഡ് കോളം എടുക്കുക. അപ്പോൾ 4 ഇൻറ്റു 2 8 പ്ലസ് -5 ഇൻറ്റു 7 ദറ്റ് ഈസ് -35. ഒരു റോയും കൂടെ വരുമല്ലോ അല്ലേ. ഇവിടെ തേർഡ് റോ ഉണ്ട്. അപ്പോൾ 0 ഇൻറ്റു 1 0 പ്ലസ് 2 ഇൻറ്റു 0 ദറ്റ് ഈസ് 0. 0 ഇൻറ്റു 2 0 2 ഇൻറ്റു 7 14. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് സോൾവ് ചെയ്യുക. -1 പ്ലസ് 0 -1 -2 പ്ലസ് 21 ദാറ്റ് ഈസ് 19 വരും അല്ലേ. 4 പ്ലസ് 0 4
8 മൈനസ് 35 മൈനസ് 27 വരും. ഇവിടെ 0 വരും. ദെൻ 0 പ്ലസ് 14 ദാറ്റ് ഈസ് 14. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മെട്രിക്സും ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള RHSലുള്ള ഈ മെട്രിക്സും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ നോക്കുക. ഇവിടെ -1 ആണ്, ഇവിടെ 19 ആണ്. ദെൻ ആൽഫയുടെ പ്ലേസിൽ ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ -27 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 14 ആണ്. അപ്പോൾ ബാക്കി എല്ലാ എലമെൻറ്റ്സും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ആൽഫ എന്ത് തന്നെയായിരിക്കണം? 4 ആയിരിക്കണം. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇക്വേറ്റ് ചെയ്താൽ വി ഗെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ആൽഫ ഈക്വൽ ടു 4 ദാറ്റ്സ് ആൻസർ.